കരാറുണ്ടാക്കുന്നത് വരെയും ഉപരോധം തുടരും. അമേരിക്ക യുദ്ധം ജയിക്കുകയാണ്. ഇതാണ് ട്രംപിന്റെ പുതിയ പോസ്റ്റ്. ദ ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്തേക്കുന്ന പുതിയ പോസ്റ്റാണിത്. ഇതിനോട് ഇറാന്റെ പ്രതികരണം എന്ന് പറയുന്നത് ഈ സാധനമാണ് ഇട്ടേക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഇയാളുടെ ഈ പറയുന്ന വാഗ്വാദങ്ങളും ഈ ഭീഷണിയൊന്നും വിലപ്പോകുന്നില്ല എന്നുള്ളതാണ് മേജറായിട്ടുള്ള കാര്യം. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു 2 ടയർ ഉപരോധമാണ് ബേസിക്കലി നമ്മുടെ ഹോർമൂസിൽ ഇപ്പം നിലനിൽക്കുന്നത്. ഒന്ന് ഇറാന്റെ വകയും പിന്നെ ഒന്ന് അമേരിക്കയുടെ വകയാണ് എന്നുള്ളതാണ്. അതായത് ഏകദേശം 40 വർഷത്തോളം അല്ലെങ്കിൽ 40-50 വർഷത്തോളം ഉപരോധത്തിൽ കഴിയുന്ന ആ ഉപരോധത്തിന് സകല ലൂഫോൾസും കണ്ടെത്തുകയും ആ ഉപരോധത്തിന് മറികടക്കാനുള്ള ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുകയും ചെയ്തിട്ടുള്ള ഇറാനോടാണ് വീണ്ടും ഉപരോധം എന്നും പറഞ്ഞിട്ട് അമേരിക്ക ചെല്ലുന്നേ എന്നുള്ളതാണ്. ഇതിലും വലിയ കോമഡി വേറെ ഉണ്ടോ? അതായത് ഓയിൽ ഉപരോധം കൊടുത്തു. ഓയിൽ എംബാർഗോ വന്ന സമയത്ത് പല തരത്തിലുള്ള ഗോസ്റ്റ് ഫ്ലീറ്റുകൾ ഉപയോഗിച്ചിട്ടും അങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇറാന്റെ ഓയിൽ ഇന്റർനാഷണൽ മാർക്കറ്റിൽ വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇറാന്റെ സ്വത്തുകൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തി. അങ്ങനെ പലതരത്തിലുള്ള ഉപരോധം ഇറാനുണ്ട്. എന്നിട്ടും ഇറാന്റെ സാമ്പത്തിക വ്യവസ്ഥ കൊളാപ്സ് ആയിട്ടില്ല. അത് നമ്മൾ കാണണം. പക്ഷേ ഈ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന നാവിക ഉപരോധം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല എന്നുള്ളതും ലോകരാഷ്ട്രങ്ങൾക്ക് അറിയാം. കാരണം ഓയിലിൽ മാത്രം ട്രേഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇറാന്. പക്ഷേ ഇറാനിലോട്ട് വേണ്ട പച്ചക്കറിയാണെന്നുണ്ടെങ്കിലും ഇറാനിലോട്ട് വേണ്ട ഫുഡ് ഐറ്റംസ് ആണെന്നുണ്ടെങ്കിലും ഇറാനിലോട്ട് വേണ്ട മരുന്നാണെന്നുണ്ടെങ്കിലൊക്കെ ഇറാനിലോട്ട് എത്തിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ അതിപ്പോൾ കപ്പൽ മാർഗം ഇറാൻ എത്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള നാവിക ഉപരോധം തുറമുഖങ്ങൾക്കെതിരെയും അതേപോലെ തന്നെ ഇറാന്റെ കപ്പലുകൾക്കെതിരെയുമുള്ള ഉപരോധം ഏർപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇറാൻ അങ്ങ് ഉപരോധിച്ച് കീഴ്പ്പെടുത്താം എന്നാണ് ട്രംപ് വിചാരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇറാൻ ഇതിനെല്ലാം ആൾട്ടർനേറ്റീവ്സ് കണ്ടെത്തുന്നുള്ളതാണ്. കാരണം അമേരിക്കക്ക് ഉപരോധിക്കാനോ അമേരിക്കക്ക് ഏതെങ്കിലും തരത്തിലുള്ള നാവിക ഇടപെടലുകൾ നടത്താനോ പറ്റാത്ത കാസ്പിയൻ സീ എന്ന് പറയുന്ന ഒരു കടലും ഇറാന്റെ ഭാഗത്തുണ്ട്. ഈ കാസ്പിയൻ സീ ഹൈലി കണക്റ്റഡ് ടു ഇറാൻ, അസർബൈജാൻ, അതേപോലെ തന്നെ റഷ്യ. അപ്പോൾ റഷ്യ എന്ന് പറയുന്നത് ഇറാന്റെ ഒരു ബെസ്റ്റ് സ്ട്രാറ്റജിക് അലൈയാണ്. റഷ്യ വഴി ഇറാനിലോട്ട് വേണ്ട സകല ഗുഡ്സിനെയും സകല സാധനങ്ങളെയും ഈ കാസ്പിയൻ കടൽ വഴി എത്തിക്കാൻ പറ്റും. അതേപോലെ തന്നെ അസർബൈജാൻ വഴിയും ഇറാനിലോട്ട് വേണ്ട സകല സാധനങ്ങളെ എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ്. കാരണം ഈ ഭാഗത്തൊന്നും തന്നെ ഈ അമേരിക്കയുടെ അലൈസോ അല്ലെങ്കിൽ അമേരിക്കൻ നാവിക പടയോ ഈ ഭാഗത്ത് എവിടെയും ഇല്ല എന്നുള്ളതാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒരു വലിയ തടാകമാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും കാസ്പിയൻ കടലിനെ അല്ലെങ്കിൽ ആ തടാകത്തിനെ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ഉള്ള ഇറാനോടാണ് അടുത്ത ഭീഷണിയായിട്ട് ട്രംപ് എത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ കമന്റ് സെക്ഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കോമഡി വരെ. എന്ത് ചെയ്താലും കീഴടങ്ങാൻ തയ്യാറല്ല എന്ന് പറയുന്ന ഇറാനോട് ഒരു ഭീഷണിയും വിലപ്പോയില്ല എന്ന് ട്രംപ് മനസ്സിലാക്കിയിട്ടും അത് തുടരുന്നത് അമേരിക്കയുടെ നിലയും വിലയും കളയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കും. ഈ യുദ്ധം അമേരിക്കക്ക് ജയിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ലോകത്തിന് മുമ്പിൽ അവർ നാണം കെടുന്ന അവസ്ഥയും ഉണ്ടാകും. ഇസ്രായേലിന്റെ ചതിയിൽ ലോകത്തിന് മുമ്പിൽ അമേരിക്കയുടെ നിലയും വിലയും കളഞ്ഞ ട്രംപ് അമേരിക്കൻ ചരിത്രത്തിലെ കഴിവുകെട്ട ഭരണാധികാരിയായി രേഖപ്പെടുത്തിയേക്കാം. സത്യമാണ് പറഞ്ഞ കാര്യം. അത് മാത്രമല്ല, ഈ കഴിഞ്ഞ ഔട്ട് ഓഫ് ഫോക്കസിൽ അജിംസ് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. പുള്ളി ഒരു നാർസിസ്റ്റ് ആണെന്നാണ് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് അൺപ്രഡിക്റ്റബിലിറ്റിയിൽ കടന്ന് തിരിയുന്ന ഒരു ലോക നേതാവ്. അതായത് ഈ അമേരിക്കയോട് എന്ത് പോളിസി എടുക്കണം, അമേരിക്കയായിട്ട് ഡീലിലെത്തുമ്പോൾ എന്ത് പോളിസിയിൽ അതിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് മനസ്സിലാവാത്ത ഒരവസ്ഥ. അതായത് ഇന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നാളെ നേരം വെളുത്ത് എണീക്കുമ്പോൾ അത് പോരാ, ഒരു രസമില്ല തീരുമാനം എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ പുള്ളി അതങ്ങ് ഒഴിവാക്കും. അപ്പൊ ആ രീതിയിൽ തീരുമാനിക്കുകയും ആ രീതിയിൽ ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്ന അമേരിക്ക എന്ന് പറയുന്നത്. അപ്പൊ അമേരിക്കനെയും ട്രംപിനെയും യഥാർത്ഥത്തിൽ എങ്ങനെയാണ് എന്നുള്ളത് അടിമുടി ഇറാൻ മനസ്സിലാക്കി എന്നുള്ളതാണ് ഇവിടത്തെ മേജർ പോയിന്റ് എന്ന് പറയുന്നത്. എന്ത് ഭീഷണി ഉണ്ടെങ്കിലും, എന്തൊക്കെ ഭീഷണിയാണ് വന്നത്, അതായത് നിങ്ങളുടെ പവർ പ്ലാന്റുകളെ തകർക്കും, നിങ്ങളുടെ പാലങ്ങളെ തകർക്കും, ഞങ്ങൾ നരകം കാണിക്കും, നിങ്ങളെ സ്റ്റോണേജിലേക്ക് കൊണ്ടുപോകും. ഇങ്ങനത്തെ റെട്ടറിക് വാറുകളുടെ ഒരു തീമഴയായിരുന്നു ട്രംപിന്റെ ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് പറഞ്ഞുകൊണ്ടിരുന്നേ. എന്നിട്ട് എന്താ സംഭവിച്ചേ? എന്നിട്ട് തല്ലിക്കൊണ്ടിരിക്കുന്നവൻ കല്ലുകൊണ്ടുകൊണ്ടിരിക്കുന്നവനെ വിളിച്ചിട്ട് നീ വാ നമുക്ക് പീസ് ടോക്കിലോട്ട് പോവാം എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയി. സാധാരണ
എന്നെ ഒരാൾ തല്ലുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവനോട് റിക്വസ്റ്റ് ചെയ്യും, എന്നെ തല്ലല്ലേ, നമുക്ക് സമാധാനപരമായിട്ട് ചർച്ച ചെയ്യാം. അതല്ല, എന്നെ ഒരാൾ തല്ലുന്നുണ്ടെങ്കിൽ തല്ലുന്നവനാണ് എന്നോട് പറയുന്നത് ഇനി ഞാൻ കുറച്ചു നേരം തല്ലി നിർത്താം, നമുക്ക് കുറച്ചു നേരം ചർച്ച ചെയ്യാം എന്നുള്ളത്. അപ്പൊ ശരിക്കും അവിടെ ആർക്കാണ് അവിടെ പ്രശ്നം? അവിടെ പീസ് വേണ്ടത് യഥാർത്ഥത്തിൽ ആർക്കാ? അമേരിക്കക്കാണ് എന്നുള്ളതാണ്. അതായത് ഇവിടെ പെട്ടിരിക്കുന്നത് അമേരിക്ക മാത്രമൊന്നുമല്ല, ഈ ഒരു പ്രശ്നം കൊണ്ട് പെട്ടിരിക്കുന്നത് സത്യത്തിൽ UAE പെട്ടിട്ടുണ്ട്, ഖത്തർ പെട്ടിട്ടുണ്ട്, കുവൈത്ത് പെട്ടിട്ടുണ്ട്, ഒമാൻ പെട്ടിട്ടുണ്ട്, അല്ലേ? ഈ UAE ചെയ്തിട്ടുള്ള ഒരു പരിപാടി എന്താ? UAE ഈ ഓയിലിന് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സോഴ്സുകളിലോട്ട് ലോകരാജ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുക, അല്ലേ? ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രിക് കാറുകൾ വരെ നിർമ്മിക്കുന്ന കാലത്തിലോട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓയിലിന്റെ അപ്രമാദിത്വം കുറഞ്ഞു കഴിഞ്ഞാലും UAEക്ക് നിലനിൽക്കണം. ആ നിലനിൽപ്പ് എന്ന് പറയുന്നത് എന്താണ്? UAEനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഹെവനാക്കി മാറ്റുക, അതേപോലെ തന്നെ UAEനെ ഒരു വേൾഡ് ടൂറിസം ഹബ്ബാക്കി മാറ്റുക, അതേപോലെ തന്നെ ലോകവുമായിട്ടുള്ള കണക്ടിവിറ്റിയുടെ ട്രാൻസിറ്റ് ഹബ്ബായിട്ട് UAEനെ മാറ്റുക. അതിനു വേണ്ടിയിട്ടാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും അതേപോലെ തന്നെ എത്തിഹാദൊക്കെ ഉള്ളത്, അല്ലേ? പക്ഷേ ഈ യുദ്ധം വന്നതോടുകൂടെ എന്താ സത്യത്തിൽ സംഭവിച്ചേ? അവരുടെ ആ ആൾട്ടർനേറ്റീവ്സിന്റെ ഒക്കെ മുകളിലൂടെ കൊണ്ടുപോയിട്ട് ബോംബിട്ട പോലെയാണ് ഇപ്പൊ സംഭവിച്ചേ. ദുബായ് ടൂറിസത്തിന് അത് ബാധിച്ചു, UAEയുടെ ഇൻവെസ്റ്റ്മെന്റുകളെ അത് ബാധിച്ചു. അതേപോലെ തന്നെ പല സമയത്തും UAEയുടെ ട്രാൻസിറ്റ് ഹബ്ബുകളെ ക്ലോസ് ചെയ്യേണ്ട നിലയിലോട്ട് മാറി. നിരന്തരം UAEക്ക് മേലെ ഈ പറയുന്ന ഇറാന്റെ ഡ്രോണുകളുടെ ഭീഷണി നിലനിന്നു, അല്ലേ? അപ്പോ ഈ UAE എന്ന് പറയുന്നത് അത്ര സേഫ് ഹെവൻ അല്ല എന്നുള്ളൊരു പെർസെപ്ഷൻ ലോകത്ത് ഉണ്ടാവുന്ന സിറ്റുവേഷൻ ഉണ്ടാക്കി. ആരാ ഉണ്ടാക്കിയേ? യഥാർത്ഥത്തില് അത് ഉണ്ടാക്കിയത് ഇവരുടെ തന്നെ ഏറ്റവും വലിയ അലിയായിട്ടുള്ള അമേരിക്കയും അതേപോലെ തന്നെ ഇസ്രായേലും കൂടിയിട്ടാണ് എന്നുള്ളതാണ്. ഇവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇറാനുമായിട്ടും ഇവർക്ക് ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒമാനൊക്കെ വളരെ സ്ട്രാറ്റജിക്കലി റിലേഷൻഷിപ്പ് മീറ്റ് ചെയ്തിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അന്നും ഇറാൻ പറഞ്ഞൊരു സാധനമുണ്ട്, നിങ്ങളാണ് അമേരിക്കക്ക് ഇവിടെ ബേസ് കൊടുത്തത്, ഞങ്ങൾക്ക് ഭീഷണി ഉണ്ടാക്കിയത് നിങ്ങളാണ്, ഞങ്ങൾ സിങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ നിങ്ങളും മുങ്ങും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഇവിടെ നിലനിൽക്കുകയാണ്. ഓരോ ദിവസം പുള്ളി രാവിലെ എണീറ്റിട്ട് ഇങ്ങനെ കുറേ സാധനങ്ങൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ലോകത്തിൽ ഇത്രയും വില പോയിട്ടുള്ള ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അതായത് കോമാളി പീസായിട്ട് മാറി എന്നുള്ളതാണ് ഇതിന്റെ ഒരു അവസ്ഥ ഇപ്പോൾ.